touch, we break. Make it seem like we feel the same. We love what we hate. ഹായ്, അപ്പോൾ ഇതാക്കണേ നമ്മളന്ന് 4ാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞങ്ങൾ പോണത് കസോൾക്കാട്ടോ പോണത്. ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്യണം. നാളെ നമ്മൾ ലാസ്റ്റ് ഡേ. നാളെ രാവിലെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് കേദാർനാഥ് പോകും. അവിടെ ട്രക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചായ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കാസോള് പോകാൻ. ഭൂരി ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാക്കിൽ ആപ്പിൾ തോട്ടാണെന്ന് പറഞ്ഞിരുന്നില്ലേ, ഉണ്ടോ? സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല, അല്ലെങ്കിൽ ഉഷാറായി. അപ്പോൾ ഇതാക്കണിപ്പോൾ ഞങ്ങൾ കസോൾക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവിടുത്തെ പരിപാടി പ്ലാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിവർ ഡ്രാഫ്റ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി മഞ്ഞുമഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ മഞ്ഞും എല്ലായിടത്തും മഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടിയിരിക്കണം. അപ്പോൾ കസോൾക്ക് പോയോക്കട്ടെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊന്നും വയ്യേ കാണാം കേട്ടോ. റിവർ ഡ്രാഫ്റ്റിങ്ങിന് വന്നിക്കാണ്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ 6 ആൾക്ക് 5000 റുപ്യ വന്നത്. അതായത് 9 കിലോമീറ്റർ ഫുൾ റൈഡ്. അത് എന്താ ഒരു 1400 ഒരാൾക്ക് ഒരു പെർ ഹെഡ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സംസാരിച്ചിട്ട് 6 ആൾക്ക് per 5000 എത്തിക്കണം ഫുൾ റൈഡ്. അത് 5 കിലോമീറ്റർ ഉണ്ട്, 7 കിലോമീറ്റർ ഉണ്ട്, 6 കിലോമീറ്റർ ഉണ്ട്. അത് കിലോമീറ്റർ അനുസരിച്ചിട്ടാണ്. ഞങ്ങൾ ഫുൾ റൈഡാണ് എടുത്തത്. അതിന് 5 ആൾക്ക് 6000 റുപ്യ വന്നത്. എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാണ്. കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ അവരുടേതായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ധരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും ഫോണ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ അതാണ് റിവർ ഡ്രാഫ്റ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ റിവർ ഡ്രാഫ്റ്റിങ്ങിന് പോകാട്ടോ. Hey you, can we talk? Hey ചെറുക്ക തിരിച്ചിട്ടു, നമ്മളെ തിരിച്ചെടുത്തു. വെള്ളമാണല്ല ഈ പാറന്റെ ലെവലില് വെള്ളം ഉണ്ടാവും. ഇരിക്കാനോട് ഇരിക്കാനോട് കഴിക്കാൻ പറ്റില്ല. ഓക്കെ
അപ്പോൾ റിവർ ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. പക്ഷെ കരുതിയമാതിരി എക്സ്പീരിയൻസ് കിട്ടിയില്ല. കാരണം വെള്ളം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് കരുതിയമാതിരി എക്സ്പീരിയൻസ് കിട്ടിയില്ല. വെള്ളം നല്ലോന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ വേറെ ടീമൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് അത് ചൂസ് ചെയ്തത്. പക്ഷേ ആ എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷെ കൈയും കാലമൊക്കെ നല്ലോണം കോച്ചിട്ടു, നല്ല തണുപ്പുണ്ട്. അപ്പോൾ കരുതിയമാതിരി എക്സ്പീരിയൻസ് ആയില്ല. ഇനിയും അടുത്ത് കസോൾക്കാണ് പോണത്. അവിടെ ചെന്നിട്ട് ഞാൻ എന്താ നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാട്ടത്. നല്ല അടിപൊളി മനോഹരമായ കാഴ്ചയാണ്. ഞങ്ങളിതിപ്പോൾ കസോൾ എത്തിട്ടോ. ഇത് മിനി ഇസ്രായേൽ എന്നാ പറയാ ശരിക്ക്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ സീസൺ ടൈമിലുള്ളൂ. മണാലിൽ വന്ന മഞ്ഞ് സീസൺ ടൈം അല്ലാത്തത് സോണം വാലിൽ മാത്രമേ ഉള്ളൂ മഞ്ഞ്. അല്ലാത്ത ടൈമൊക്കെ ഇതൊക്കെ നമ്മൾ നാച്ചുറലായിട്ടാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വീടുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു വൈബിലെ സ്ഥലമാണ് ഇവിടെ. പിന്നെ എന്താ ഒരുപാട് നമ്മളെ നാച്ചുറൽ ബ്യൂട്ടിയും കാര്യങ്ങളും. മെയിനായിട്ട് ഈ ഓൾഡ് വില്ലേജ് സ്ട്രീറ്റ് അങ്ങനത്തെ സ്ഥലങ്ങളാണ്. കസോളത്തെ മാർക്കറ്റാണത്. ഒരു ഓവർകോട്ട് ഇട്ടിട്ടോ. ഓവർകോട്ടല്ല, ഫുൾ കയ്യിലൊരു ഇട്ടു. മറ്റേ ടീഷർട്ടും മാത്രം നടന്നപ്പോഴേ ഭയങ്കര തണുപ്പ്, കാറ്റടിച്ചിട്ട് ബ്രീത്തിങ്ങിന് ഭയങ്കര പ്രോബ്ലം. അപ്പോൾ ഫുൾ കയ്യിലെ ഇതിട്ടു മുകളിൽ. നല്ല തണുപ്പുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ഗ്രീൻ ഫോറസ്റ്റ് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഇവിടെ ഉള്ള മരങ്ങൾ എന്ത് മരങ്ങളാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇവിടുത്തെ തണുപ്പിന് കുറച്ചൊരു കമ്മി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വൈബ് വരും കേട്ടോ. പിന്നെ അതൊക്കെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടതൊക്കെ പാടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറച്ച് നേരം അപ്പുറത്ത് നമ്മളെ അടിപൊളി റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി മുകളിലൊരു വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടോ, ഐസ് മലയാണ്. ഇവിടെ അടിപൊളിയായിട്ടേ എന്തെങ്കിലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരിക്കണുണ്ടല്ലോ. സൂപ്പർ വൈബാക്കരം. അപ്പോൾ ഇവിടെ ഏതോ ഒരു ടീം കണ്ടോ കുക്കിങ്ങൊക്കെ ചെയ്ത് വെള്ളം അടിക്കണ്ടോല് വെള്ളമൊക്കെ അടിച്ച് സെറ്റായി ഇരുന്നിട്ടുണ്ട് അവിടെ. ഉണ്ടോ, പ്രിപ്പയറായി പോയിരുന്നു. നടക്കും ഫുള്ള് ഫ്രീ മൈൻഡായിട്ട് വന്നിരിക്കണം ഇവിടെ. അവിടെ നിന്നൊരു പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എവിടെ ആരെടുത്ത് ഇങ്ങനത്തെ നമുക്ക് വേണ്ട.
പാട്ട് ഇട്ടിട്ടേ നമ്മുടെ മറ്റേ ഫീൽഡ് വൈബിൽ ഇങ്ങനെ ഇരിക്കണം. സമാധാനം. Place where they told you what to chase, told you how to run the race, every move was on the page, but I didn't like their way, had to fight and misbehave, had to find a way to change, had to leave to find my way. Caught up in a daydream, I beat my mind up there almost daily. It's how I pass time, no opinions safely. It's how I understand what I want in this place, see. Cause everybody wanna tell you bad things, what could go wrong, what fame brings. But success is a finicky thing, and if you ain't sure, no, it'll never be. I don't wanna let myself down, myself down. I don't wanna let myself down, myself down. ഇവിടെ വന്നാലേ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്പോട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ നടക്കുക. ഞാൻ ഇപ്പോൾ കുറേ നേരമായി നടക്കൽ തുടങ്ങിയിട്ട്. ഇതേമാതിരി ഓരോരോ പുതിയ പുതിയ കാഴ്ചകൾ കാണുക. നമ്മൾ പോവാത്ത സ്ഥലങ്ങൾ കൂടി പോകുമ്പോൾ ഒക്കെ നമുക്ക് എല്ലാവരും നല്ല നല്ല കാഴ്ചകളാണ്. ഇപ്പം മുകളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജ് കാണാൻ നമ്മൾ കുറേ നടക്കണം. അപ്പോൾ 2 കിലോമീറ്റർ അടുത്ത് നടന്നിരിക്കണം. കാരണം താഴത്താണ് വണ്ടി നിർത്തുക. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ നടക്കുക. നമ്മൾ ഓരോന്ന് നമ്മൾ തേടി കണ്ടുപിടിക്കുക. മുകളിലില്ല ഇതാണ് കേട്ടോ തൂക്കുപാലം. താഴത്തേക്ക് ഇറങ്ങണില്ല കാരണം അത് തന്നെ ഉള്ളു അവിടെ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഉച്ചക്കത്തെ ഫുഡിന് ഇതാണ് നൂഡിൽസ്. ക്വാണ്ടിറ്റി കുറവാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. എങ്ങനെടാ? ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നൂഡിൽസ് ഉണ്ട്, ബർഗർ ഉണ്ട്. നൂഡിൽസിന് 50 റുപ്പീസ് ആട്ടോ. ബർഗർ ഉണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, ബ്രെഡ് ഓംപ്ലേറ്റ്. ഒരു 4 കിലോമീറ്റർ മുകൾക്ക് പോന്നാൽ ഇവിടെ ഒരു ഹോട്ട് വാട്ടർ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ആണോ പുക പോണ് ഹോട്ട് വാട്ടർ അത്ര. ഹോട്ട് വാട്ടർ ആട്ടോ, താഴത്തുള്ളതല്ല. കണ്ടോ അവിടെ ഉള്ളിൽ നിന്ന് ഒരു വെള്ളം താഴത്തേക്ക് ചാടണം. കണ്ടോ അവിടെ ആകെ കറുത്ത് കരി പിടിച്ചിട്ടുണ്ടോ. അവിടെയാണ് ഹോട്ട് വാട്ടർ. അവിടെ നിന്നാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. വെള്ളം ചാടുന്നുണ്ടോ. അവിടെയാണ് ഹോട്ട് വാട്ടർ കേട്ടോ. അവിടെ നിന്ന് ചാടുന്നത്. അവിടെ ആൾക്കാരെ കുളിക്കണത് കണ്ടോ. കണ്ടോ അവിടെ പുക ഇങ്ങനെ പോകണുണ്ടോ വെള്ളത്തിൽ നിന്ന്. ഹോട്ട് വാട്ടർ ആട്ടോ അവിടെ. എന്തായാലും അതിൻ്റെയൊക്കെ സുഖം. കാരണം ഇവിടെ ഈ കൊടും തണുപ്പത്ത് അവിടെ അങ്ങനെ ഒരു ഹോട്ട് വാട്ടർ, അത് നാച്ചുറലാണ്. ആരും ഇവിടെ നമ്മൾ ചൂടാക്കിയാണ്ട് കൊടുത്ത് പോരുന്നതല്ല. ഓരോ സിദ്ധിയാണ്. എന്താ അതിനൊക്കെ പറയാം. നേരെ താഴത്ത് ഇതാക്കണേ. ഇവിടുന്ന് വെള്ളം പോണ്. ഈ വെള്ളം വെച്ചാൽ കൊടും തണുപ്പ് പകരം അതിന് നേരെ അപ്പുറത്ത് ഹോട്ട് വാട്ടറും.
എന്താ ഇപ്പം അതിൻ്റെ ഫീൽ നോക്കി അല്ലേ? എന്താ ഇപ്പോൾ പറയാ ഇതിനൊക്കെ. അതുപോലെ തന്നെ ഇതിനുള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാലൊക്കെ കഴുകി വൃത്തിയായി പ്രസാദം കൊടുക്കും. പിന്നെ അതായത് മുകളിൽ സാമ്പാറും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ നല്ല ഷോപ്പിംഗ് മാരത്തെ ഒരുപാട് സ്ട്രീറ്റാട്ടോ. പക്ഷെ അവിടെ മൊബൈലും കാര്യങ്ങളും അതവിടെ അല്ലാത്തതുകൊണ്ട് മൊബൈലൊന്നും എടുത്തില്ല, വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. വലിയൊരു സ്ട്രീറ്റാണ് ഷോപ്പിംഗ് മാരത്തെ. ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു സ്ട്രീറ്റാണ് അവർ. ഇവിടെ ഈ പശു കറക്കണം. നിങ്ങൾ പശു ഇവിടെ കറക്കാൻ കാരണേ ഈ ഒരു കോയിൽ കൂടി കണ്ടോ ആ ഒരു വെള്ളത്തിൻ്റെ ഹോട്ടത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. ചൂട് കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ആ ചൂട് പറ്റിയിട്ട് കിടക്കുന്നുണ്ട് ഈ കടത്തം. അപ്പോൾ അതാ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അങ്ങനെ റൂമൊക്കെ തിരിച്ചു പോകട്ടോ. നല്ല ടയർഡുണ്ട്, നടക്കുന്നല്ലേ. കാരണം ഇന്ന് ഒരു 5-6 കിലോമീറ്റർ നടന്നേക്കും. കാരണം താഴത്തുനിന്ന് മുകൾ വരെ നടന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താ ഇനി നാളെ ചെന്നിട്ട് നാളത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ ട്രക്കിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൺഫേം ആക്കിയിട്ടില്ല. റൂമിൽ ചെന്നിട്ട് വേണം അതിൻ്റെ ആൾക്കാർക്കൊക്കെ വിളിച്ചിട്ട് കൺഫേം ആക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ മുതലും വീഡിയോ ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത്. കാരണം 6 ദിവസം മഞ്ഞിലായിരിക്കും. 3 ദിവസം അങ്ങോട്ടും 3 ദിവസം അങ്ങോട്ടും, അങ്ങനെ 6 ദിവസം മഞ്ഞിൽ തന്നെയാണ് ട്രക്കിങ്ങിൻ്റെ പ്ലാൻ ചെയ്തിങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ട്രക്കിങ് പ്ലാൻ ചെയ്ത് കൺഫേം ആവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെന്താ, ഒന്നുമില്ല, ബൈ.